ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഒരു കല്യാണ വിശേഷമാണ് പറയുന്നത്. എൻ്റെ അപ്പാപ്പൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്ലോഡ് ആക്കുന്നത് ഇതെപ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നൈറ്റത്തെ കല്യാണത്തെ വിശേഷങ്ങളും അതുപോലെ പിറ്റേ ദിവസത്തെ കല്യാണ വിശേഷങ്ങളും കൂടി പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി കല്യാണ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊന്ന് കാണാം കേട്ടോ. അങ്ങനെ എൻ്റെ ഉപ്പൻ്റെ നാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഉപ്പൻ്റെ നാട് ചെമ്പ്രയാണ്. തിരൂർ അടുത്താണ് കേട്ടോ. മീനടുത്തൂർ ചെമ്പ്ര എന്ന് പറയും. പിന്നെ ഉപ്പ ആദ്യം വീടെടുത്തത് കോട്ട് എന്നുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ, തിരൂർ. അങ്ങനെ ഇപ്പോൾ ആപ്പാപ്പാർ തറവാടൊക്കെ നമ്മൾ തറവാട് വീട് ഉപ്പൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആപ്പാപ്പാർ തറവാടൊക്കെ പൊളിച്ച് അവരൊക്കെ വീടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്താണ് അവരൊക്കെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. പിന്നെ മക്കളൊക്കെ വലുതാവണ വരെ അവർ ഒരുമിച്ചിട്ട് നിന്ന് കേട്ടോ. രണ്ട് ആപ്പാപ്പാർ, കുഞ്ഞാപ്പാപ്പാർ, അതോപ്പ അംസപ്പ എന്നൊക്കെയാണ് പറയില്ല. ഭയങ്കര സ്നേഹ ഒരു ബന്ധമുള്ള ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി വെച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ ഇതാണ് ഉപ്പാൻ്റെ തറവാട് വീട്. പിന്നെ നമ്മൾ തറവാട് വീട് പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്താണ് ഹൗസ് വാമിങ് കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോം ടൂർ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആപ്പാപ്പ രണ്ട് വീടും അടുത്ത് തന്നെയാണ് കേട്ടോ. അടുത്തടുത്ത് തന്നെയാണ്. കല്യാണ വീടും ഈ വീടും അടുത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഉപ്പൻ്റെ ഫാമിലി എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. തമാശകളും കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. എളിയന്മാരും അമ്മായിയും അപ്പാപ്പാരൊക്കെ ആയിട്ട്. ഉപ്പൻ്റെ ഫാമിലി വലിയ ഫാമിലിയാണ്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ രണ്ടാൾ മാത്രം ഇപ്പോൾ ഇവിടെ ഇല്ല, മരണപ്പെട്ടു പോയി. എൻ്റെ ഉപ്പയും അപ്പാപ്പയും കേട്ടോ. പിന്നെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മാനപ്പാനും എൻ്റെ ഉപ്പയൊക്കെ ഈ ഒരു നിമിഷത്തിൽ. പിന്നെ ഇതാണ് കേട്ടോ കല്യാണ വീട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കല്യാണ വീടൊക്കെ. അപ്പോൾ അത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മക്കിൾസിൻ്റെ. ഞങ്ങളങ്ങനെ ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഉപ്പാൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ. ഇപ്പാനായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ വരാറുണ്ട്. പിന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോഴൊക്കെ നല്ല രസമാണ്, ഭയങ്കര വൈബാണ് കേട്ടോ നമ്മളീ ഫാമിലി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ എൻ്റെ അടിപൊളി സോങ് വരുന്നുണ്ട്. ഞാൻ നല്ലൊരു സോങ് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ നമ്മുടെ കല്യാണ പരിപാടി ഞങ്ങൾ കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാലോ. അന്ന് എൻ്റെ പാട്ടൊക്കെ ഞാൻ പാടി തകർത്തിരിക്കുമ്പോൾ അത് ഒപ്പന കളിക്കാൻ വേണ്ടി മക്കൾസൊക്കെ സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കനെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ഒപ്പന കളിച്ചിട്ടുണ്ട്. അപ്പോൾ പുയ്യാപ്പിളക്ക് നാണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും അവർ നന്നായിട്ട് കളിച്ചിട്ട് അതൊരു നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ രാത്രിക്കത്തെ കല്യാണ പരിപാടി നമ്മൾ കളറാക്കിയിട്ടുണ്ട്. അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയി കല്യാണം. അങ്ങനെ ഒപ്പനൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും നല്ല ഉഷാറായി കളിച്ചു. പിന്നെ എൻ്റെ പാട്ട് സിംഗിൾ സോങ് വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മൈക്ക് സ്റ്റെക്ക് ആവുന്നു കേട്ടോ. പക്ഷെ നമുക്കതൊന്നും ഒരു വിഷയമല്ല, നമ്മളെന്തായാലും പൊളിച്ചടിക്കിട്ടോ കല്യാണമൊക്കെ. അങ്ങനെ എൻ്റെ അപ്പാപ്പാക്കും എൻ്റെ ബേബിലിമാർക്കും ഞാൻ പാട്ട് പാടി നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അതൊക്കെ ഞാൻ അവർ പറഞ്ഞ പോലെ സെറ്റാക്കി പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇനിയിതാ നമ്മുടെ പുതിയ ആപ്പിളിൻ്റെ അടിപൊളി ഡാൻസും അതുപോലെ മക്കൾസിൻ്റെ കുറച്ച് ഒപ്പൻസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങളുടെ പുതിയ പ്ലാൻ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ അതാ ഞാൻ അവനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി സോങ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സോങ് ചിലപ്പോൾ മ്യൂട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ ചിലപ്പോൾ മ്യൂട്ടാക്കി കഴിക്കാനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അതാ ഇനി ഞാൻ അടിപൊളി കൈകൊട്ട് ഒപ്പനയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കളിച്ചിട്ട് എല്ലാവരും. അപ്പോൾ ചെക്കൻ്റെ കൂടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒപ്പന പാട്ടൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. ഇനി ചിഞ്ചുമോളുടെ ഒരു അടിപൊളി സോങ് ഉണ്ട്. അവൾ എന്നെപ്പോലെ നന്നായി പാടുന്ന ഒരാളാണ്. അപ്പോൾ അവളൊരു പാട്ട് കേട്ടാലോ.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മുടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ രാത്രി പരിപാടിയൊക്കെ കളറാക്കി അടിച്ച് പൊളിച്ചിട്ടോ. കല്യാണമൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ എന്താ ഞങ്ങൾ നാളത്തെ വിശേഷങ്ങൾ വീഡിയോത്തിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്, കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ എന്താ ഇവിടെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. പിന്നെ നാളത്തെ വിശേഷം കൂടി ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ മോനെ. അപ്പോൾ ഇന്നത്തെ രാത്രി ഫങ്ഷൻ ഇതോടെ കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ കല്യാണ ദിവസമാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ദാറുസലാം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. അപ്പോൾ നമ്മൾ കൊട്ടുപാട്ടിൻ്റെ ടീംസൊക്കെ സെറ്റാക്കിയിട്ട് അവരൊക്കെ വന്ന് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോനിക്ക് ഡ്രംസൊക്കെ കൊട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ചെണ്ടൊക്കെ കൊട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് കൊട്ടും മോന്. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ കുറേ ടിപ്സൊക്കെ പറഞ്ഞും കൊടുക്കുന്നുണ്ട്, അവർ കൊട്ടുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നും അവർ ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസത്തിൽ മോന് കൊട്ടിയിട്ട് അവർ കൂടെ പാട്ട് പാടും കുട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് കൊട്ടാനറിയാം. ഇവിടെ ദഫൊക്കെ കൊട്ടിയിട്ട് നല്ല പരിചയമാണ്. പിന്നെ കവാലി സോങ്ങിനൊക്കെ കൊട്ടിയിട്ട് എനിക്ക് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ദഫ് കൊട്ടിയിട്ടൊക്കെ. പിന്നെ ഇതാ അങ്ങനെ ഏതായാലും അവനൊന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവനക്ക് ഒന്നൊന്ന് ട്രൈ ചെയ്യാനായിട്ടോ. എന്തായാലും അത് ചെയ്തതുകൊണ്ടാണ് അവരൊരു ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മക്കൾസൊക്കെ ഇവിടെ ഇതാ ഇങ്ങനെ അതായിട്ട് ഇങ്ങനെ കുറേ നേരം കളിച്ചൊക്കെ ചെയ്തതാ. ഷെനിമോളും പൊന്നുമോളും ഒക്കെ ഇവിടെ ഫാനിൻ്റെ കാറ്റിലൊക്കെ അവരിങ്ങനെ കളിക്കണം കേട്ടോ. അവിടെ ഫാനിൻ്റെ കാറ്റിങ്ങനെ കിട്ടുമ്പോൾ അവരതിൻ്റെ സുഖത്തിൽ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മക്കൾസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഇത്തയുടെ മക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാ മോനെ അവിടെ വീണ്ടും കൊട്ടനെയാണ്. അവനായി വന്ന് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ നല്ല രസമായിരുന്നു, അവന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൊട്ടാനൊക്കെ. നമ്മുടെ കൊട്ടുപാട്ട് ടീംസൊക്കെ നല്ല സോങ്ങൊക്കെ പാടി പൊളിച്ചടിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലി ഫോട്ടോ കേട്ടോ, ഫാമിലി ഫോട്ടോ ഞങ്ങൾ എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 3 മക്കളാണ്. അപ്പോൾ ചെക്കൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ ക്ലിപ്പൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി, കുറച്ച് പേര് ഗൾഫിലാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ആപ്പാപ്പ, എൻ്റെ എളീമ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഫാമിലീസ് കുറച്ച് വീഡിയോസ് ക്ലിപ്പും അതുപോലെ ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്തു. പിന്നെ ഇതിൽ ഇല്ലാത്ത പേരുണ്ട് കേട്ടോ, ഗൾഫിൽ കുറച്ച് ടീംസ് ഉണ്ട്, അവർക്കും കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരും കൂടി ഇതിലുണ്ടെങ്കിലും ഇതിൽ സ്റ്റേജിൽ നിൽക്കാൻ തന്നെ സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ പാട്ട് വരുന്നുണ്ട്. ഞാൻ അടിപൊളി സോങ് പാടിയിട്ടുണ്ടായിരുന്നു കല്യാണ ദിവസം. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടാലോ. എൻ്റെ തന്നെ ഒരു അടിപൊളി സോങ് കേട്ടാലോ. പിന്നെ എൻ്റെ പാട്ടിന് ഇങ്ങനെ അപ്പോൾ ഒരു ടൈമിൽ പഠിച്ച സോങ് കേട്ടോ. അപ്പോൾ എഴുതിയെടുത്തതാണ്. പാട്ടൊന്നും ആദ്യം സെറ്റാക്കിയിട്ടില്ല, പക്ഷെ തലേ ദിവസത്തെ സെറ്റാക്കി നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് അപ്പം വെച്ചിട്ട് പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോസ് ബെറാക്കി കൊടുത്തതാണ്, കാരണം ചിലർക്കൊന്നും ഫേസ് കാണിക്കുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫാമിലി ഫോട്ടോസിലൊക്കെ ബെറാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ സോങ്ങൊക്കെ ഞാൻ പാടി തകർത്തു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അതാ ചെക്കനെ ഇനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. പിന്നെ അതാ ഞങ്ങൾ ചെക്കനെല്ലാം റെഡിയായി സെറ്റായി ഇതാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതാ പോകട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം.
അങ്ങനെ ഞങ്ങൾ ഇത് പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മണവാട്ടി. അപ്പോൾ മണവാട്ടീൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ അമ്രാസിൻ്റെ മണവാട്ടീൻ്റെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നേരിട്ട് പിന്നെ വീട്ടിലേക്കാണ് കേട്ടോ മണവാട്ടീനെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ മധുരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മണവാട്ടിക്കും അവനിക്കൊക്കെ ആയിട്ട് കുറച്ച് മധുരം ഞങ്ങൾ കൊടുത്തു. പിന്നെ ഡ്രിങ്കും അതുപോലെ നട്ട്സും ഈത്തപ്പഴമൊക്കെ ആയിട്ട് അങ്ങനെ അവരൊന്നും സൽക്കരിച്ചിട്ടോ. അപ്പോൾ ഞാനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെയൊക്കെ ഒന്ന് അവർക്ക് മധുരമൊക്കെ കൊടുത്തു. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ മധുരമൊക്കെ കൊടുക്കുന്നത്. കൊടുത്തവരെന്നെ വീണ്ടും വീണ്ടും പിന്നെ അവർ കൊടുത്ത് അവർ വയറ് നിറഞ്ഞു. അത് നല്ല രസമായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് അതിഗംഭീരമായിരുന്നു കല്യാണമൊക്കെ പൊളിച്ചടുക്കിയിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.